നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്നലെ രാത്രി ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നവരാത്രി 9 ദിവസം, ഇന്നിപ്പോ നവരാത്രി ആരംഭമാണല്ലോ, അതുകൊണ്ട് തന്നെ നവരാത്രി 9 ദിവസവും 9 ദേവിമാരുടെ പ്രത്യേകതകൾ ഞാൻ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഷോർട്ട് വീഡിയോസ് ആയിട്ട് ചെയ്യാം എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പക്ഷെ പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ തോന്നി ദേവിമാരുടെ കാര്യങ്ങളും അതുപോലെ നമ്മളെ ഭക്തി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷോർട്ട് വീഡിയോസിൽ 1 മിനിറ്റേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ നമുക്കത് പറഞ്ഞു തീർക്കാൻ നമുക്ക് ഒരുപാട് സ്പീഡിലൊക്കെ പറഞ്ഞു തീർക്കാൻ വരും. അപ്പൊ അതിൻ്റെതായ ഒരു സീരിയസ്നെസ്സിലും അതേപോലെ തന്നെ അതിൻ്റെതായ ഒരു ഭക്തി ഇതിലും നമുക്ക് അതിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് തോന്നി. മറ്റു കാര്യങ്ങൾ പറയേണ്ട ഒരു കാര്യമല്ലല്ലോ ഭക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ, ഒരുപാട് ലെങ്ത് ഉള്ളതൊന്നും അല്ലെങ്കിലും ചെറിയ രീതിയിൽ ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇന്ന് നവരാത്രിയുടെ ആദ്യ ദിവസമാണ്. അതായത് നമ്മള് 9 ദേവിമാർ, അതായത് നവരാത്രി എന്ന് പറയുമ്പോൾ തന്നെ 9 ദേവിമാർ, 9 രാത്രി എന്നാണ് അത് പറയുന്നത്. ഈ 9 ദിവസങ്ങളിലും നമ്മൾ 9, അതായത് ആദിപരാശക്തിയെ നമ്മൾ 9 രൂപങ്ങളിലായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ദേവിയെ ആദ്യത്തെ ദിവസം, അതായത് നവരാത്രിയുടെ ആദ്യത്തെ ദിവസം നമ്മൾ ദേവിയെ ശിലാപുത്രി അല്ലെങ്കിൽ ശൈലപുത്രി എന്നുള്ളൊരു രീതിയിലും രൂപത്തിലുമാണ് ദേവിയെ നമ്മൾ ഇന്ന് ആരാധിക്കുന്നത്. അപ്പൊ ശൈലപുത്രി എന്ന് പറയുമ്പോൾ തന്നെ പർവ്വത നരേശനായ, അതായത് ഹിമാലയത്തിന്റെ രാജാവായ, അതിനെയാണ് നമ്മൾ പർവ്വത നരേശൻ എന്ന് പറയുന്നത്. പർവ്വത നരേശനായ ഹിമവാന്റെ പുത്രിയാണ് പാർവതി ദേവി. അതായത് ഹിമവാന്റെ പുത്രി ആയതുകൊണ്ട് തന്നെ ഹേമാവതി എന്നുള്ളൊരു പേരും കൂടെ ഭഗവതിക്ക് പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ദേവിയെ നമ്മൾ ആദ്യ ദിവസം ശൈലപുത്രി എന്നുള്ളൊരു രൂപത്തിലാണ് നമ്മൾ ഇന്ന് ദേവിയെ ആരാധിക്കുന്നത്. അപ്പൊ ഈ 9 ദിവസങ്ങളിൽ ഏതൊക്കെയാണ് 9 രൂപങ്ങൾ, അതായത് ദേവിയുടെ ഏതൊക്കെയാണ് 9 ഭാവങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? അപ്പോൾ ഇങ്ങനെയാണ് 9 ദിവസങ്ങളിൽ ദേവിമാരെ നമ്മൾ ആരാധിക്കുന്നത്. അതായത് ആദ്യ ദിവസം ശൈലപുത്രി, രണ്ടാമത് ബ്രഹ്മചാരിണി, മൂന്നാമത് ചന്ദ്രഘാണ്ട, നാലാമത് കൂഷ്മാണ്ഡ, അഞ്ചാമത് സ്കന്ദമാത, ആറാമതായി നമുക്ക് കാർത്യായനി ദേവി, ഏഴാമതായി കാലരാത്രി, എട്ടാമതായി മഹാഗൗരിയും, ഒൻപതാമതായി സിദ്ധിദാത്രി. ഇങ്ങനെയാണ് 9 രൂപങ്ങളിൽ ദേവി നമുക്ക് 9 ദിവസങ്ങളിലായി അനുഗ്രഹം തരേണ്ടത്. ഈ രൂപങ്ങളിലാണ് ദേവിയെ നമ്മൾ ഓരോ ദിവസങ്ങളിലും ആരാധിക്കുന്നത്. അതായത് സതീദേവിയുടെ മരണത്തിന് ശേഷം, അതായത് ദക്ഷന്റെ മകളായ ദാക്ഷായണി, അതായത് സതീദേവിയുടെ മരണത്തിന് ശേഷം ഭഗവാൻ ശിവശങ്കരനെ വിവാഹം കഴിക്കാനായി അടുത്ത ജന്മം എടുക്കുകയാണ് സതീദേവി. അതാണ് പർവ്വത നരേശനായ ഹിമവാന്റെ മകളായ പാർവതി എന്നുള്ള ജന്മം. ആ ഒരു പാർവതി ദേവിയാണ് നമ്മൾ ശൈലപുത്രി എന്നുള്ള രീതിയിൽ ആരാധിക്കുന്നത്. ദേവിയെ ആരാധിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് സമ്പൽ സമൃദ്ധിയും ലഭിക്കുന്നതാണ്. കാരണം ദേവിയെ പ്രകൃതിയുടെ മാതാവായിട്ടാണ് കണക്കാക്കുന്നത്. ശക്തിയുടെയും ധൈര്യത്തിന്റെയും പ്രതീകമായിട്ടാണ് നമ്മൾ ശിലാപുത്രി ദേവിയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ദിവസം നിങ്ങൾ എല്ലാവരും ശൈലപുത്രി ദേവിയെ ആരാധിച്ചുകൊണ്ട് നിങ്ങൾക്ക് ശക്തിയും ധൈര്യവും ആർജിക്കുമെന്ന് ഞാൻ ആശംസിക്കുന്നു. അതേപോലെ തന്നെ ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളും നിങ്ങൾ ദേവിയെ ആരാധിച്ച് മുന്നോട്ട് കടക്കുമെന്ന് ഞാൻ ആശംസിക്കുന്നു. അതുകൊണ്ട് നന്ദി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.